പൂച്ചേൻ്റെ സൗണ്ട്. പയറ് താ, പറിച്ച പയറ്. ഇന്നത്തെ തോരനുള്ള പയറ്. തോരനുള്ള പയറ് ഇവിടെ അച്ഛൻ പറിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ കറിക്കുള്ള മീൻ വാങ്ങി വെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടനെ കൊണ്ട്. പിന്നെ ഇത് എന്തായിട്ട് വരിക? എന്തെന്ന് പറഞ്ഞ പേരില വരിക? എൻ്റെ ഐഡിയയിൽ വെറുതെ അങ്ങനെ. ഞാൻ കരുതി ഫുഡ് കൊടുക്കുന്നില്ലേ, മേത്തേക്ക് തെറിക്കരുത്. ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയും തോരനും പയർ തോരനും. ഇത് ഡെയിലി ഒരു 2 ദിവസം കൂടുമ്പം നമുക്ക് ഒരു തോരനുള്ള പയർ എങ്ങനെയാണെങ്കിലും കിട്ടും കേട്ടോ. വലിയ കൃഷിയായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരു പറമ്പിൽ ഒരു 1-2 ഇതിലിങ്ങനെ കയറ്റി ഇട്ടിട്ടേ ഉള്ളൂ. ഇതിന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഞങ്ങൾക്കൊരു സാധനം കുടുങ്ങിയിട്ടുണ്ട്. കാണുന്നില്ലേ? കാണിച്ചരാ. നമ്മുടെ എലിക്കെണിയിൽ കുടുങ്ങിയതാണ്. ഇന്നത്തെ കെണിയിൽ കുടുങ്ങിയ സാധനം. ഇവിടെയും കുറച്ച് ഇതുണ്ട്. ചെടിയുടെ ഇടയ്ക്കും കുറച്ച് പയറൊക്കെ നന്നായിട്ട് നല്ല ആവുന്നുണ്ട് കേട്ടോ. ചെടിയുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന പയറുകളാണ് ചെടിയുടെ ഇടയ്ക്ക്. മീൻകറി മീനമ്മ വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പം മീനിന് ഇന്ന് നമുക്ക് സ്പെഷ്യൽ, അത് ഓൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻ വാങ്ങിക്കുന്നേ ഉള്ളൂ, പക്ഷെ രാവിലെ അമ്മ അതിന് വേണ്ട സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇടയ്ക്ക് കാണിച്ചായിരുന്നു. അയ്യോ, വാട്ടുകപ്പ. ഇതാണ് അമ്മ വാട്ടുകപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മൾ ആ മീൻകറി ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. നമ്മളെന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല കേട്ടോ, പൊതുവെ വാട്ടുകപ്പയൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ പണ്ട് മുതലേ കഴിച്ച് ഇഷ്ടമല്ലാണ്ടായതായിരിക്കും കേട്ടോ. കേൾക്കുന്നവർക്ക് അഹങ്കാരമാണെന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷെ എന്തോ ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറേ ഇല്ല. ജസ്റ്റ് ഒരു ടേസ്റ്റിനൊക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നല്ലാണ്ട് അത് ഒരുപാട് കഴിക്കാനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. വാട്ടുകപ്പയാണെങ്കിലും സാധാ കപ്പയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടുന്നത് പോലെ തന്നെ കാച്ചിൽ, ചേമ്പ് ഇങ്ങനെയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. വലിയ താല്പര്യമൊന്നുമില്ല. പണ്ട് മുതൽ ഒരുപാട് കഴിച്ച് ചോറിന് പകരം തന്ന് അത് വെറുപ്പിച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം.